ഇങ്ങോട്ട് പന്ന കണ്ടായിരുന്നല്ലോ. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം രേണുസുതി. ഭയങ്കര സന്തോഷത്തിലാണ് രേണു ഇപ്പൊ. കാരണം ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. രേണുവിന് ഇപ്പോ ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു അവാർഡ് കൂടെ ഇന്നലെ വാങ്ങി. കോഴിക്കോട് നിന്നും നമ്മുടെ മന്ത്രിയിൽ നിന്നും മുഹമ്മദ് റിയാസിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും വാങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് രേണു ഇപ്പോ. രേണു പ്രതീക്ഷിച്ചിരുന്നു? ഇതിപ്പോ രണ്ടാമത്തെ അവാർഡാണ് രേണുവിന്. രണ്ടല്ല, 1, 2, നാലാമത്തെ 4-5 അവാർഡാണ്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസിന്റെ കയറുമായിരുന്നു? ഡാൻസും പാട്ടും നാടകവും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വിടണ്ട സാർ, ഇവനാളൊരു സകല കളവേല എന്തോടാത്. വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഡാൻസ് ചെയ്യും, ഡാൻസ് പഠിപ്പിക്കും, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെ. ചടങ്ങ് തീർന്ന് എനിക്ക് എന്റെ സഹപ്രവർത്തകരുമായിട്ട് ചിരിക്കാൻ പറ്റത്തില്ലേ? ചടങ്ങ് തീർന്നു ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടോ, ഇതൊക്കെ എന്താ എനിക്കറിയാം. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. കുഞ്ഞു കൊച്ചല്ലേ, ആ മോൾക്ക് വേണ്ടിട്ട് ഒരു 2 സ്റ്റെപ്പ് ചെയ്യാൻ സ്റ്റെപ്പ് ചെയ്തു. അത് എനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതും നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വെല്ലിപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ.